ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒഴുക്കുനിലച്ച കനോലി കനാലിന്റെ ദുസ്ഥിതി ജനങ്ങളെയും അധികൃതരെയും അറിയിക്കാനും പരിഹാരം തേടാനുമായി കനാലിന്റെ തീരത്ത് താമസിക്കുന്നവർ രംഗത്തിറങ്ങി. വാഗ്ബടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണത്തോടെ ഈ ഉദ്യമത്തിനിറങ്ങിയത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. നാട്ടിൻപുറങ്ങൾ നഗരവൽക്കരിച്ചപ്പോൾ സംസ്കാരങ്ങളും പൈതൃകങ്ങളും നഷ്ടപ്പെട്ടുവെന്ന് കവി PK ഗോപി. നവംബർ 1 മുതൽ റേഷൻ വ്യാപാരികൾ കടമുടക്കുന്നു. സമരം വേതന വർധനവിനും കമ്പ്യൂട്ടർവൽക്കരണവും ഡോർ ഡെലിവറിയും നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ആധാരമെഴുത്ത് തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആധാരമെഴുത്തുകാർ സംസ്ഥാന വ്യാപകമായി രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. വേതനം വർദ്ധിപ്പിക്കുക, കമ്പ്യൂട്ടർവൽക്കരണം, ഡോർ ഡെലിവറി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 1 മുതൽ റേഷൻ വ്യാപാരികൾ കടമുടക്കുന്നു. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സമരപ്രഖ്യാപിത കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് സംഘടിപ്പിച്ചത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് സംഘടിപ്പിച്ചത്. റേഷൻ വ്യാപാരികൾക്കും സെയിൽസ്മാനും മിനിമം വേതനം പ്രഖ്യാപിക്കുക, കമ്പ്യൂട്ടർവൽക്കരണവും ഡോർ ഡെലിവറിയും നടപ്പിലാക്കുക, റേഷൻ വ്യാപാരികളും ഭക്ഷ്യമന്ത്രിയും തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക, റേഷൻ വ്യാപാരികളുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 1 മുതലാണ് വ്യാപാരികൾ പ്രക്ഷോഭം നടത്തുന്നത്. സമരത്തിന്റെ ഭാഗമായി നവംബർ 1 ഇന്റന്റ് ബഹിഷ്കരണം, 4 കടയടപ്പ്, കലക്ടറേറ്റിലേക്ക് മാർച്ച് എന്നിവ നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. ഞങ്ങൾ ഘട്ടമായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ആദ്യം ഇന്ത്യൻ ബഹിഷ്കരണം, 4ാം സൂചനയായി ഒരു ദിവസം കടകളടച്ച് കലക്ടറേറ്റിൽ തന്ന. അപ്പോൾ ഞങ്ങൾ കടകളടയ്ക്കുന്നില്ല, സർക്കാരിന് ഞങ്ങൾ അവസരം കൊടുക്കുന്നു പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി. ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവാതെ ഈ സമരത്തിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ പിന്മാറുകയില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി, സംസ്ഥാന കമ്മിറ്റി മെമ്പർ പവിത്രൻ, ജില്ലാ ജനറൽ കൺവീനർ KP അഷ്റഫ്, കൌൺസിലർ അബ്ദുള്ള കോയ, MA നസീർ, രവി, V. പ്രഭാകരൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. നാട്ടിൻപുറങ്ങൾ നഗരവൽക്കരിച്ചപ്പോൾ സംസ്കാരങ്ങളും പൈതൃകങ്ങളും നഷ്ടപ്പെട്ടെന്ന് കവി PK ഗോപി. വാഗ്ബടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി കനോലി കനാലിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി നടത്തിയ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒഴുക്ക് നിലച്ച കനോലി കനാലിന്റെ ദുസ്ഥിതി ജനങ്ങളെയും അധികൃതരെയും അറിയിക്കാനും പരിഹാരം തേടാനും നേടാനുമായുള്ള അണിചേരലായിരുന്നു വാഗ്ബടാനന്ദ ഗുരുദേവൻ സ്മാരക വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം. കനാലിന്റെ കരയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളും സാംസ്കാരിക സംഘടനകളും കൈകോർത്ത് കനാലിന് ഒഴുക്കുണ്ടാക്കുക, കനാലിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി നടത്തിയ ജാഥയിൽ അണിചേർന്നത് നിരവധി പേരാണ്. ഹെൻറി വാലന്റൈൻ കനോലിയും വാഗ്ബടാനന്ദ ഗുരുദേവനും മുക്കുവരും വഞ്ചിക്കാരുമെല്ലാം അണിനിരുന്ന ജാഥ കവി PK ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത്. നാട്ടിൻപുറങ്ങൾ നഗരവൽക്കരിച്ചപ്പോൾ സംസ്കാരങ്ങളും പൈതൃകങ്ങളും നഷ്ടപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ഏതാനും തലമുറയ്ക്ക് മുമ്പ് കേരളത്തിലെ ഏത് ദേശത്തെയും നീർത്തോലുകൾ അങ്ങനെ പരിശുദ്ധമായ ജലം കാത്തുവച്ചിരുന്നു. പിന്നീട് പതുക്കെ ഗ്രാമങ്ങൾ നശിക്കുകയും നഗരവൽക്കരണം വരികയും ഏതോ മോഹാവേശത്താൽ നമ്മുടെ സംസ്കാരം പകരപ്പോവുകയും. എരഞ്ഞിപ്പാലം തായാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥയിൽ ഒതയമംഗലം റോഡ് റെസിഡൻസ് അസോസിയേഷൻ, ചക്കിടപ്പാറ വെൽഫെയർ റെസിഡന്റ്, നെല്ലിക്കാവ് പ്രദേശ അയൽപ്പക്കവേദി, എരഞ്ഞിപ്പാലം പാലാട്ട് റെസിഡന്റ്, കിഴക്കൻ തിരുത്തി റെസിഡന്റ്, വാഴത്തിരുത്തി റെസിഡന്റ്, ജനസേവാ സംഘം, വങ്ക വോയ്സ്, പാലാട്ടുതാഴം ദേശസേവാ സംഘം തുടങ്ങിയ സംഘടനകൾ അണിചേർന്നു.
ജാഥയിൽ മുക്കുവനായി MN ഷിബുവും ശരത് മോഹനും വേഷമിട്ടു. വഞ്ചിക്കാരനായി V ബാബുവും ഗുരുദേവനായി പുഷ്പരാജ് കാരപ്പറമ്പും കനോലി സായിപ്പായി മുഹമ്മദ് അലിയും വേഷമണിഞ്ഞു. സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് ജാഥ സമാപിച്ചത്. ആധാരം എഴുത്തുതൊഴിൽ സംരക്ഷിച്ച് എഴുത്തുകാർക്ക് സംവരണം നൽകുക, അശാസ്ത്രീയ താരിഫ് വില ഉയർത്താനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആധാരം എഴുത്തുകാർ രജിസ്റ്റർ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ K കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ മേഖലയിൽ സർക്കാർ പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ പ്രക്ഷോഭം ആരംഭിച്ചു. രജിസ്ട്രേഷൻ ഓൺലൈൻ ആക്കുന്നതോടെ 50,000-ഓളം ആധാരം എഴുത്തുകാരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഓർഡിനൻസ് വഴി വർദ്ധിപ്പിച്ച മുദ്രവില പിൻവലിക്കുക, അശാസ്ത്രീയത നിറഞ്ഞ താരിഫ് വില ഉയർത്താനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, ആധാരം എഴുത്ത് തൊഴിൽ സംരക്ഷിച്ച് ആധാരം എഴുത്തുകാർക്കായി സംവരണം ചെയ്യുക, ആധാരം എഴുത്തുകാരുടെ ക്ഷേമനിധി ബോർഡിന്റെ ചുമതല സ്വതന്ത്രമാക്കുക, പെൻഷൻ നൽകാനുള്ള തീരുമാനം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസോസിയേഷൻ സമരപരിപാടികൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുൻപിലും ധർണ സംഘടിപ്പിച്ചു. ജില്ലാ രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ചാലപ്പുറം, കോഴിക്കോട് മേഖലയിലെ ആധാരം എഴുത്തുകാരാണ് ധർണയിൽ പങ്കെടുത്തത്. സംസ്ഥാന സമിതി അംഗം K കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ആവശ്യപ്രകാരമുള്ള തീരുമാനങ്ങളോ അവർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളോ നടത്തുന്നതിൽ മറ്റും പല നിബന്ധനകളും ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ചാലപ്പുറം യൂണിറ്റ് സെക്രട്ടറി A അനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. VK സുരേഷ് കുമാർ, P രാജഗോപാലൻ, സംസ്ഥാന ട്രഷറർ MK അനിൽകുമാർ, MK ദിനേശൻ എന്നിവർ സംസാരിച്ചു. നവംബർ 12-ന് സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും ഡിസംബർ 3-ന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും സംഘടനാ നേതൃത്വം പറഞ്ഞു. സർക്കാർ നിശ്ചയിച്ച ശമ്പളം നൽകാതെയും അടിസ്ഥാന സൗകര്യം നൽകാതെയും സ്ത്രീ ഫാർമസിസ്റ്റുമാരെ ചൂഷണം ചെയ്യുന്നതായി വനിതാ ഫാർമസിസ്റ്റ് അസോസിയേഷൻ ആരോപിച്ചു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച കൺവെൻഷനിലാണ് വനിതാ ഫാർമസിസ്റ്റുകൾ ആരോപണം ഉന്നയിച്ചത്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ഫാർമസിസ്റ്റ് കൺവെൻഷനും ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡ് ദാനവും നടന്നു. കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ബെസ്റ്റ് ഫാർമസിസ്റ്റായി മെഡിക്കൽ കോളേജിലെ ഫാർമസിസ്റ്റ് CS മഞ്ജുവിന് ഡ്രഗ്സ് ഇൻസ്പെക്ടർ R മഹാലക്ഷ്മി ഉപഹാരം നൽകി. അതായത് നമ്മുടെ ഫാർമസിസ്റ്റ് മേഖല ഇന്ന് വളരെ വിപുലീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ആ കമ്മ്യൂണിറ്റി ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസി എന്നൊക്കെ ഇങ്ങനെ പഠിച്ച് വന്നെങ്കിലും നമ്മളെല്ലാം അവസാനം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന ഒരു സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫാർമസിയാണ്. സത്യം പറഞ്ഞപ്പോൾ എല്ലാവരും അല്ലെ സെയിൽസ്മാൻ ഈക്വലന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം ഒന്ന് മാറണം. ശരിക്കും അത് വളരെ റെയർ ആയിട്ട് ഇപ്പം നമ്മൾ കൗൺസിലിംഗ് ചെയ്യാം, അത് ചെയ്യാമെന്നൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് വരുന്നെങ്കിലും നമ്മുടെ ആ പഠിക്കുന്നതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഇതര മേഖലയിലെ സ്ത്രീ ഫാർമസിസ്റ്റുകൾക്ക് സർക്കാർ പറഞ്ഞ ശമ്പളം പോലും നൽകാതെ ചൂഷണം ചെയ്യുകയാണെന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് പല സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. 10,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകണമെന്ന സർക്കാർ ഉത്തരവുണ്ടായിട്ടും പലർക്കും പകുതി പോലും ശമ്പളം ലഭിക്കുന്നില്ല. ഫാർമസിസ്റ്റുകളെ സ്ഥിരപ്പെടുത്തുമെന്ന വാഗ്ദാനം നൽകിയിട്ടും ഇവരെ ചൂഷണം ചെയ്യുകയാണെന്ന് അസോസിയേഷൻ ആരോപിച്ചു. KPPA വനിതാ ഫോറം ചെയർമാൻ ഷൈനി NK അധ്യക്ഷത വഹിച്ചു. സംഗീത KT, പുഷ്പ, മിനി, പ്രജ്ന എന്നിവർ സംസാരിച്ചു. കാലാവധി തീർന്ന ശമ്പള കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ 12-ന് ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുമെന്ന് യുണൈറ്റഡ് ഫോറം ബാങ്ക് യൂണിയൻസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡിസംബർ 2 മുതൽ 5 വരെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും ബാങ്ക് ജീവനക്കാർ പണിമുടക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കാലാവധി തീർന്ന് 24 മാസം പിന്നിടുന്ന സേവന വേതന കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ടാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത്. പൊതുമേഖല, സ്വകാര്യ, വിദേശ ബാങ്കുകളിലെ 10 ലക്ഷത്തോളം ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന അടക്കമുള്ള നിരവധി പദ്ധതികളുടെ നിർവഹണത്തിൽ ജോലിഭാരവും ജീവനക്കാരുടെ എണ്ണക്കുറവും വകവയ്ക്കാതെ മികച്ച സേവനം നൽകുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരോടുള്ള മാനേജ്മെന്റ് സമീപനം നിഷേധാത്മകമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിരവധി തവണ ചർച്ചകൾ നടന്നുവെങ്കിലും യൂണിയൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ധാരണ ഉണ്ടാക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പണിമുടക്കിലേക്ക് നീങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. നവംബർ 12-ന് ദേശീയ തലത്തിലും ഡിസംബർ 3-ന് വടക്കൻ മേഖലയിലും ഡിസംബർ 4-ന് കിഴക്കൻ മേഖലയിലും ഡിസംബർ 5-ന് പശ്ചിമ മേഖലയിലും പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ് യുണൈറ്റഡ് ഫോറം ബാങ്ക് യൂണിയൻസ്. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ
ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. കേരള പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ST പ്രൊമോട്ടർമാർക്കുള്ള പരിശീലന പരിപാടി പുരോഗമിക്കുന്നു. സാമൂഹ്യ സാംസ്കാരിക തൊഴിൽ മേഖലകളിൽ പട്ടികവർഗക്കാർക്ക് കൂടുതൽ അവബോധം നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ജില്ലയിലെ 10ഓളം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പ്രൊമോട്ടർമാരുമായി സംവദിക്കാൻ എത്തിച്ചേർന്നത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ST പ്രൊമോട്ടർമാർക്കായി 3 ദിവസത്തെ പരിശീലന പരിപാടി കോഴിക്കോട്ട് വെച്ച് സംഘടിപ്പിച്ചത്. സാമൂഹ്യ സാംസ്കാരിക തൊഴിൽ മേഖലകളിൽ അവഗണിക്കപ്പെട്ടു കിടക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഗുണകരമായ അറിവുകൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം നടന്നുവരുന്നത്. 3 ദിവസമായി തുടരുന്ന പരിശീലനത്തിൽ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള 6 ഹെൽത്ത് പ്രൊമോട്ടർമാരും 36 ഫീൽഡ് പ്രൊമോട്ടർമാരുമാണ് പങ്കെടുക്കുന്നത്. സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പ്രൊമോട്ടർമാർ പരിശീലന ക്യാമ്പിൽ സംബന്ധിച്ചു. റവന്യൂ, തൊഴിലുറപ്പ് പദ്ധതി, ജില്ലാ സപ്ലൈസ് ഓഫീസ്, എക്സൈസ്, പോലീസ്, ലേബർ, കുടുംബശ്രീ, പഞ്ചായത്ത്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ഫോറസ്റ്റ് തുടങ്ങി പ്രധാനപ്പെട്ട വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സംവാദത്തിൽ പങ്കെടുത്തു. കൌൺസിലർ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ കെ കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ട്രെയിനിംഗ് കോർഡിനേറ്റർ M സജിത് സ്വാഗതം പറഞ്ഞു. ബുധനാഴ്ച ക്യാമ്പ് സമാപിച്ചു. കക്കൂസ് മാലിന്യം റോഡിൽ തള്ളിയത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. അരക്കിണർ പാറപ്പുറം തോണിക്കാട് താഴനിലം റോഡിലാണ് കഴിഞ്ഞ രാത്രി പരിസരവാസി സെപ്റ്റിക് മാലിന്യം റോഡിലേക്ക് ഒഴുക്കിയത്. കക്കൂസ് മാലിന്യം റോഡിൽ തള്ളിയത് ഒരു പ്രദേശത്തുകാരെ ദുരിതത്തിലാക്കി. അരക്കിണർ പാറപ്പുറം തോണിക്കാട് താഴെനിലം റോഡിലാണ് പരിസരവാസി തന്നെ കഴിഞ്ഞ രാത്രി സെപ്റ്റിക് മാലിന്യം റോഡിലേക്ക് ഒഴുക്കിയത്. ആമാങ്കുരി കുണ്ടായത്തോട് ഭാഗങ്ങളിലേക്കുള്ള റോഡിൽ ദുർഗന്ധം കാരണം വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. പ്രദേശത്തെ കൃപ റെസിഡൻസ് അസോസിയേഷൻ, ആമാങ്കുരി റെസിഡൻസ് അസോസിയേഷൻ എന്നിവയിലെ പ്രവർത്തകർ സ്ഥലത്തെത്തി. മാലിന്യം റോഡിലൊഴുക്കിയ വ്യക്തിയെ കൊണ്ട് തന്നെ മാലിന്യം നീക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളമൊഴിച്ചാണ് മാലിന്യം അല്പമെങ്കിലും നീക്കാനായത്. കോർപ്പറേഷൻ സെക്രട്ടറി, ഹെൽത്ത് വിഭാഗം ഓഫീസർമാർ എന്നിവർക്ക് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കാറുണ്ടെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി മഴ പെയ്തതിനെ തുടർന്ന് റോഡിലൊഴുക്കിയ മാലിന്യം പ്രദേശത്തെ റോഡിലാകെ ഒഴുകി നടക്കുകയായിരുന്നു. ആദിവാസി നിൽപ്പു സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആം ആദ്മി പാർട്ടി മാനേജർ DD ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ TK ഉമ്മർ സമരം ഉദ്ഘാടനം ചെയ്തു. ആദിവാസികളുടെ നിൽപ്പു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DD ഓഫീസിന് മുൻപിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ പ്രൊഫസർ TK ഉമ്മർ സമരം ഉദ്ഘാടനം ചെയ്തു. അന്വേഷി സാരഥി K അജിത മുഖ്യപ്രഭാഷണം നടത്തി. രമേശ് ബാബു, SA അബൂബക്കർ, സത്യകൃഷ്ണൻ, ജാഫർ അത്തോളി, വിനോദ് മേക്കുന്ന്, KM ജിതേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ മീഡിയ ഡയറക്ടറി പ്രകാശനം ചെയ്തു. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ നടൻ ദിലീപ് മലബാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ ലളിതയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു.
ഔപചാരികതകളില്ലാത്ത സൗഹാർദ്ദപരമായ സദസ്സിനെയാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് നടൻ ദിലീപ്. താൻ സിനിമാ ജീവിതം ആരംഭിച്ചത് കോഴിക്കോട്ട് നിന്നാണ്. കലാരംഗത്തുള്ളതുപോലെ തന്നെ സ്നേഹത്തിന്റെയും ഭക്ഷണത്തിന്റെയും കാര്യത്തിലും മുന്നിലാണ് കോഴിക്കോട്ടുകാർ. തന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ തന്റെ പുതിയ സ്ഥാപനത്തെയും കോഴിക്കോട്ടുകാർ സ്നേഹിക്കണമെന്നും ദിലീപ് പറഞ്ഞു. പ്രസ് ക്ലബ്ബിൽ മീഡിയ ഡയറക്ടറി പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ദിലീപ്. ക്യാമറയുടെ മുമ്പിൽ ഞാൻ ആദ്യമായി നിൽക്കുന്നത് കോഴിക്കോടാണ്. എന്നോട് ഇഷ്ടം കൂടാൻ വന്ന സിനിമയിൽ കമൽ സാറിന്റെ സംവിധാന സഹായിയായി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് യാദർശികമായിട്ട് നീ കയറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോടിനെ അതുകൊണ്ട് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമല്ല, കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങടാണ്. മലബാർ ഹോസ്പിറ്റൽ MD ലളിത ഡോക്ടർക്ക് ഡയറക്ടറെ കൈമാറിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ സെക്രട്ടറി AV ഷെറിൻ സ്വാഗതം പറഞ്ഞു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ഭാരവാഹി റഷീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് MP പ്രശാന്ത്, മധുസൂദനൻ കർത്ത തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. വടകര പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷാഡോ പോലീസ് നടത്തിയ റെയ്ഡിൽ 1000 പാക്കറ്റ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. കൊയിലാണ്ടി ഗുരുകുലം ബീച്ച് റോഡിലെ ഫൈസൽ ആഷ്കറിന്റെ കടയിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വടകര SI അശോകന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഷാഡോ പോലീസ് കൊയിലാണ്ടി സിവിൽ സ്റ്റേഷന് സമീപത്തെ ഗുരുകുലം ബീച്ച് റോഡിലെ ഫൈസൽ അഷ്കറിന്റെ കടയിൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ 1000 പാക്കറ്റ് ലഹരി വസ്തുക്കളാണ് പോലീസ് പിടികൂടിയത്. കൊയിലാണ്ടിയിലെ വിവിധ പ്രദേശങ്ങളിലെ അന്യസംസ്ഥാന തൊഴിലാളികളും വിദ്യാർത്ഥികളുമാണ് കടകളിൽ ആവശ്യക്കാരായി എത്തുന്നത്. മംഗലാപുരത്ത് നിന്ന് കൊയിലാണ്ടി ഹാർബറിലേക്ക് മത്സ്യം കൊണ്ടുവരുന്ന ലോറിയിലാണ് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്. കൊയിലാണ്ടിയിലെ വിവിധ പ്രദേശങ്ങളിലെ കടകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ genuine leather footwear. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി 2014-15 ഭാഗമായി ആൺകുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലനം നടുവട്ടം GUP സ്കൂളിൽ ആരംഭിച്ചു. മേയർ AK പ്രേമജം പന്ത് തട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് ബേപ്പൂരിൽ തുടക്കമായി. തിരഞ്ഞെടുത്ത 50 വിദ്യാർത്ഥികൾക്ക് നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിലാണ് പരിശീലനം നടന്നത്. വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള ക്യാമ്പിൽ കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും UP വിഭാഗം കുട്ടികളെയാണ് 2 മാസം കളി പരിശീലിപ്പിക്കുന്നത്. മേയർ AK പ്രേമജം പന്ത് തട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ P. ഉഷാദേവി അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ മുസാഫർ അഹമ്മദ്, പദ്ധതി കോർഡിനേറ്റർ GO ജെയ്സൺ, പ്രധാനാധ്യാപിക JCB മറ്റം, PTA പ്രസിഡന്റ് N. അനിൽകുമാർ, മദർ PTA അധ്യക്ഷ M. നിജു, കോച്ച് P. കാതിരിക്കോയ, K. സുജിത് എന്നിവർ പ്രസംഗിച്ചു. പരിപാടികൾക്ക് എത്തുന്ന കലാകാരന്മാർക്കും അതിഥികൾക്കും ഒരുങ്ങാനും വിശ്രമിക്കാനുമായിരുന്നു ബീച്ച് ഓപ്പൺ സ്റ്റേജിന് പുറകിൽ ഡ്രസ്സിംഗ് റൂം പണിതത്. എന്നാൽ ഇന്ന് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ്. വിശ്രമ മുറികൾ ഉപയോഗിക്കാതായതോടെയാണ് സാമൂഹ്യ വിരുദ്ധർ സ്വന്തം തട്ടകമാക്കിയത്. കോഴിക്കോട് ബീച്ചിലെ ഓപ്പൺ എയർ സ്റ്റേജിൽ വൻ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ പിന്നിലെ ഹാളിലേക്കൊന്ന് പോയി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മൂത്രത്തിന്റെ ദുർഗന്ധം കാരണം ആ പരിസരത്തേക്ക് പോലും പോകാനാവില്ല. ഓപ്പൺ എയർ സ്റ്റേജിനു പിന്നിൽ ഏകദേശം 500 ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ 2 ഭാഗങ്ങളിലായാണ് ഇവിടെ റൂമുള്ളത്. പരിപാടികൾക്ക് എത്തുന്ന കലാകാരന്മാരും അതിഥികൾക്കും ഒരുങ്ങാനും വിശ്രമിക്കാനുമായിരുന്നു ഇത് ഒരുക്കിയത്. ഇത് ഉപയോഗിക്കാതായതോടെ സ്ഥലം സാമൂഹിക വിരുദ്ധരുടെ കൈകളിലാവുകയായിരുന്നു.
2 മുറികളുടെ പ്രവേശവാതിൽ ഇതോടെ തകർന്നു. മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളും മാലിന്യങ്ങളും നിറഞ്ഞ് അലങ്കോലമാണ് മുറികൾ. നിലത്ത് നിറയെ മൂത്രവും മലിനജലവും. രാത്രിയായാൽ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമാണിവിടെയെന്ന് സമീപത്തെ കച്ചവടക്കാർ പറയുന്നു. വർഷങ്ങളായി ഇവിടെ ഇതാണ് സ്ഥിതിയെങ്കിലും കോർപ്പറേഷൻ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തുറമുഖ വകുപ്പും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ്. പിന്നിലെ പണം കൊടുത്ത് ഉപയോഗിക്കുന്ന ടോയ്ലറ്റിന്റെയും കഫേയുടെയും മേൽക്കൂര തകർന്നിട്ട് മാസങ്ങളായി. അതേസമയം ഇവ രണ്ടും നന്നാക്കാൻ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി PG രാജീവ് പറയുന്നു. കോഴിക്കോട്ട് ചെങ്കണ്ണ് രോഗം പടരുന്നു. വൈറസ് ബാധയെ തുടർന്ന് നിരവധി പേരാണ് ആശുപത്രികളിൽ എത്തുന്നത്. എന്നാൽ രോഗം വ്യാപകമായി പടരുമ്പോഴും പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് വിപണിയിൽ വൻ ക്ഷാമം അനുഭവപ്പെടുകയാണ്. കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ചെങ്കണ്ണ് രോഗം പടരുന്നു. വൈറസ് ബാധയെ തുടർന്ന് നിരവധി പേരാണ് ആശുപത്രികളിൽ എത്തുന്നത്. എന്നാൽ രോഗം വ്യാപകമായി പടരുമ്പോഴും പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് വിപണിയിൽ വൻ ക്ഷാമം അനുഭവപ്പെടുന്നു. മെഡിക്കൽ കോളേജിലും ഭൂരിഭാഗം PHSCകളിലും മരുന്നില്ല. സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലും മരുന്ന് കിട്ടാനില്ല. കണ്ണിനെ ബാധിക്കുന്ന ഒരു തരം വൈറസുകളാണ് ചെങ്കണ്ണ് രോഗം പടർത്തുന്നത്. സാധാരണഗതിയിൽ ആന്റിവൈറസ് മരുന്നുകൾ ഉപയോഗിച്ച് വേണം ചികിത്സ നടത്താൻ. എന്നാൽ വൈറസ് ബാധകൾ തനിയെ ഭേദമാകും എന്നതിനാൽ പൊതുവെ ആന്റിവൈറസ് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാറില്ല. എന്നാൽ രോഗം മൂർച്ഛിച്ചാൽ ബാക്ടീരിയ അണുബാധയുണ്ടാക്കും. ഈ അവസരത്തിൽ ഉപയോഗിക്കുന്ന ആന്റി ബാക്ടീരിയൽ മരുന്നുകൾക്കാണ് വിപണിയിൽ ക്ഷാമം അനുഭവപ്പെടുന്നത്. ജെൻഡാമൈസിൻ, സിപ്രോഫ്ലോക്സിൻ, മോക്സിഫ്ലോക്സിൻ, ടോബ്രോമൈസിൻ എന്നീ തുള്ളിമരുന്നുകളാണ് ചെങ്കണ്ണ് അസുഖമുള്ളവർ ഉപയോഗിക്കുന്നത്. രോഗം പെട്ടെന്ന് പടർന്നു പിടിച്ചതാണ് മരുന്നിന് ക്ഷാമം അനുഭവപ്പെടാൻ ഇടയാക്കിയത്. മിക്കവരും രോഗം മൂർച്ഛിച്ച് മരുന്ന് അന്വേഷിക്കുമ്പോഴാണ് മരുന്നില്ലെന്ന് അറിയുന്നത്. ഡോക്ടർമാർ മരുന്നിന്റെ ജനറിക് പേര് എഴുതാതെ പ്രമുഖ കമ്പനികളുടെ മരുന്നിന് മാത്രം കുറിപ്പെഴുതുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതേ ചേരുവകൾ ഉള്ള മറ്റു മരുന്നുകൾ ഉണ്ടെങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നില്ലെന്ന പേരിൽ രോഗികൾ വാങ്ങാനും തയ്യാറാവുന്നില്ല. രോഗികൾ സ്വയം ചികിത്സയ്ക്ക് മുതിരരുതെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് മരുന്ന് ആവശ്യപ്പെടുമ്പോൾ രോഗിക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ ഡോസുള്ള മരുന്നായിരിക്കും ലഭിക്കുക. സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ വരെ ഇത്തരത്തിൽ അശ്രദ്ധമായി നൽകുന്നുണ്ട്. രോഗം പടരുമ്പോഴും ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ നടപടികൾ എടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ OPകളിൽ ചെങ്കണ്ണ് ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഗുരുതരമായ രോഗമല്ലാത്തതിനാൽ രോഗികളുടെ എണ്ണം ശേഖരിക്കാറില്ലെന്ന് അധികൃതർ അറിയിച്ചു. മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലും പ്രശ്നം പരിഹരിക്കാനും അധികൃതർ മുന്നിട്ടിറങ്ങുന്നില്ല. മലയാള സിനിമാ രംഗത്ത് തന്റേതായ വ്യക്തിത്വമുണ്ടാക്കിയ നടനാണ് KP ഉമർ എന്ന് പ്രശസ്ത സാഹിത്യകാരൻ UA ഖാദർ പറഞ്ഞു. അന്തരിച്ച സിനിമാ നടൻ KP ഉമറിന്റെ 13ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KP ഉമർ അനുസ്മരണ സമിതി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലയാള സിനിമാ രംഗത്ത് തന്റേതായ വ്യക്തിത്വമുണ്ടാക്കിയ നടനാണ് KP ഉമ്മർ എന്ന് പ്രശസ്ത സാഹിത്യകാരൻ UA ഖാദർ പറഞ്ഞു. KP ഉമ്മറിന്റെ 13ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KP ഉമ്മർ അനുസ്മരണ സമിതി അളകാപുരിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിനായകന്റെ റോളിൽ പോലും തന്റേതായ സാന്നിധ്യം കൊണ്ട് വ്യത്യസ്തനാകാൻ സാധിച്ച വ്യക്തിയാണ് ഉമ്മർ. കലാകാരൻ എന്നുള്ള നിലയ്ക്ക് താൻ എവിടെ നിൽക്കുന്നുവെന്നതിനെക്കുറിച്ച് ശരിയായ ദിശാബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും UA ഖാദർ പറഞ്ഞു. സിനിമാ രംഗത്ത് KP ഉമ്മറിന്റെ സാന്നിധ്യം, KP ഉമ്മറിന്റെ സാന്നിധ്യം അത് വളരെയധികം അർത്ഥവത്തായ ഒരു സാന്നിധ്യമായിരുന്നു. മലയാള സിനിമയിൽ ഇന്ന് ഒരുപാട് നടീനടന്മാരുണ്ട്. ഈ നടീനടന്മാർ സിനിമയുടെ മറ്റ് വ്യാവസായിക കാര്യങ്ങളുമായും അതിന്റെ ടെക്നീഷ്യൻസുമായിട്ടുമെല്ലാം വളരെയധികം അടുപ്പമുണ്ടാകാം. പക്ഷേ KP ഉമ്മർ ഈ രംഗത്ത് തന്റെ വൈശിഷ്ട്യം പ്രകടിപ്പിച്ചിരുന്ന കാലത്ത് ഒരു നടൻ എന്ന നിലക്ക് സിനിമയുടെ പ്രൊഡ്യൂസർ വിഭാഗം എന്ന് പറഞ്ഞാൽ സിനിമ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ സംഘടനയ്ക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർക്ക് നടൻ എന്ന നിലക്ക് KP ഉമ്മറിനെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ അദ്ദേഹം തന്റെ പെരുമാറ്റം കൊണ്ട് ഉണ്ടാക്കിയത്. സമിതി ചെയർമാൻ PV ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. ബാസി മലാപ്പറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ K മൊയ്തു, വിൽസൺ സാമുവൽ, M ഷാഹുൽ ഹമീദ്, MA നാസർ, അമ്പലപ്പള്ളി മാമുക്കോയ, AV ഫർദീസ്, ജഗത്മയൻ ചന്ദ്രപുരി, EV ഉസ്മാൻ കോയ, റഹീം പൂവാട്ടുപറമ്പ്, MK മൂസ, ലത്തീഫ് ചെമ്പകശ്ശേരി, റോഷൻ ബാബു, ഗൌരി ശങ്കർ, കൺവീനർ അഡ്വക്കേറ്റ് M രാജൻ, TPM ഹാഷിർ അലി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ റിസോഴ്സ് പേഴ്സൺമാർക്ക് ശില്പശാല സംഘടിപ്പിച്ചു. യൂത്ത് ഹോസ്റ്റലിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സഖീം ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തല റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ശില്പശാല ഈസ്റ്റ് ഹില്ലിലെ യൂത്ത് ഹോസ്റ്റലിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം സക്കീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗൂഗിൾ സെർച്ചിൽ നമ്മൾ നോക്കി വിക്കിപീഡിയയിലൊന്നും എടുത്താൽ ആരാണ് അവകാശി? ആരെങ്കിലും ചോദിക്കണ്ടോ നിങ്ങൾക്ക് പൈസ കൊടുക്കണമെന്ന്? ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ വിക്കിപീഡിയയിലുള്ള സാധനം സൈബറിലുള്ളതെല്ലാം ലോകത്തിന് താഴ്ന്നു വന്നിട്ട് നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ വരത്തുമ്പിലേക്കും നമ്മുടെ മുന്നിലേക്കും വരുവാണ്. അവകാശികളില്ല, തുല്യ അവകാശികളാണ്. അവിടെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഭൂമിക്ക് അവകാശി എല്ലാവരുമാണ്. മതിൽക്കെട്ടിനുള്ളിൽ അവകാശി ആരാണ്? നമ്മൾ മാത്രമാണ്. ഭൂമിയുടെ അവകാശി ജില്ലയിൽ നോക്കിയാൽ ജില്ലാ കളക്ടറും റവന്യൂ അധികാരികളാണ്. ചുറ്റുമതിൽ കെട്ടിനുള്ള അവകാശി ആരാ? നമ്മുടെ അധികാര പദ്ധതിപ്രകാരം നമ്മളാണ്. അതിന്റെ ഭൂമിക്കടിയിൽ കൂടുന്ന വെള്ളത്തിന്റെ അവകാശി ആരെന്ന് ചോദിച്ചാൽ കിണർ കുത്തി ഞാനാണ്. വെള്ളത്തിന്റെ അവകാശി ഞാനാണോ? അല്ല. അയൽവാസിക്കും വേണ്ടപ്പെട്ടതാണ് ആ വെള്ളം. ഭൂമിക്കടിയിൽ പോകുന്ന വെള്ളത്തിന് തുല്യ അവകാശമാണ് നാട്ടിലുള്ള എല്ലാവർക്കും. ജില്ലാ കോർഡിനേറ്റർ വി വി ശ്യാംലാൽ, അതുല്യം മേഖലാ കോർഡിനേറ്റർ ഷാജു ജോൺ, അതുല്യം സംസ്ഥാനതല ഡോക്യുമെന്റേഷൻ ചുമതലയുള്ള പ്രശാന്ത്, 10ാം തരം തുല്യതാ കോഴ്സ് കൺവീനർ കെ നാണു എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. 1.5 വർഷം മുൻപ് കൊച്ചിയിൽ ആരംഭിച്ച ദേ പുട്ട് എന്ന ഭക്ഷണശാല കോഴിക്കോട്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. കോഴിക്കോട് മിനി ബൈപ്പാസിൽ പുതിയറ സബ് ജയിലിന് സമീപം 30-ന് വ്യാഴാഴ്ച ആരംഭിക്കുന്ന ദേ പുട്ട് ഭക്ഷണശാലയിൽ വെജിറ്റേറിയൻ, നോൺ വെജ് ഡിഷുകളോടെ 85 തരം പുട്ടുകളാണ് ഭക്ഷണ പ്രേമികൾക്കായി ഒരുക്കുന്നത്. 85 രൂപ മുതൽ 200 രൂപ വരെയാണ് വില നിലവാരം. ചലച്ചിത്ര താരങ്ങളായ ദിലീപ്, നാദിർ ഷാ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേ പുട്ടിന്റെ അണിയറ ശില്പികൾ. വിവിധയിനം ഭക്ഷണങ്ങളുടെ കലവറയായ കോഴിക്കോട്ട് തങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്താനാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നടൻ ദിലീപും നാദിർ ഷയും പറഞ്ഞു. 30-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ദേ പുട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഡയറക്ടർ അബ്ദുൾ സലാം പറഞ്ഞു. ദി കാലിക്കറ്റ് ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ടൗൺ ബാങ്ക് അരവിന്ദ് ഘോഷ് റോഡിൽ ഒക്ടോബർ 31-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബാങ്ക് ചെയർമാൻ എം ഭാസ്കരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ സഹകരണ വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇൻഫർമേഷൻ കിയോസ്ക് ഉദ്ഘാടനം എം കെ രാഘവൻ എംപിയും ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഉദ്ഘാടനം മേയർ എ കെ പ്രേമജവും ATM ഉദ്ഘാടനം എ പ്രദീപ് കുമാർ MLA യും നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിൻപുറങ്ങൾ നഗരവൽക്കരിച്ചപ്പോൾ സംസ്കാരങ്ങളും പൈതൃകങ്ങളും നഷ്ടപ്പെട്ടുവെന്ന് കവി PK ഗോപി. നവംബർ 1 മുതൽ റേഷൻ വ്യാപാരികൾ കടമുടക്കുന്നു. സമരം വേതന വർധനവിനും കമ്പ്യൂട്ടർവൽക്കരണവും ഡോർ ഡെലിവറിയും നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ആധാരമെഴുത്ത് തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആധാരമെഴുത്തുകാർ സംസ്ഥാന വ്യാപകമായി രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.